ഇനി ഞാൻ അബദ്ധം കാണിക്കില്ല. ഇനി ചെയ്യാനുള്ളത് ഞാൻ ചെയ്തോളാം. എന്റെ അർച്ചനയുടെയും മോളുടെയും കാര്യത്തിലാവുമ്പോ ഏത് പാതാളത്തിലേക്ക് ഇറങ്ങി ചെല്ലാനും എത്ര വേണമെങ്കിലും താഴാനും എനിക്ക് ഒരു മടിയുമില്ല വക്കീലേ. കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് നല്ല വെടിപ്പായിട്ട് നടക്കും. എങ്ങനെ ഉറങ്ങാൻ പറ്റും? ഞാൻ അർച്ചനയുടെ ഭർത്താവാ, എന്റെ മോളുടെ അച്ഛനാ. സഹിക്കാൻ കഴിയുന്നില്ല വക്കീലെ. ഇങ്ങനെ നിയന്ത്രണം വിട്ടു പോരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ സച്ചി? കുറച്ച് ദിവസങ്ങൾ അതുകൂടെ ക്ഷമിച്ചേ പറ്റൂ. അത് കഴിഞ്ഞ അപ്പോഴീ കാര്യത്തിൽ ഒരു തീരുമാനം ആവുന്നില്ലെങ്കിൽ വീണ്ടും ഞാൻ ക്ഷമിക്കണം. എനിക്ക് അത്രയ്ക്ക് വലിയ സമാധാനമൊന്നും വേണ്ട വക്കീലെ. എനിക്ക് എന്റെ കുടുംബത്തെ വേണം. അതിന് ആരോട് വേണമെങ്കിലും യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറാ. അർച്ചന അവിടെ ഗോകുൽ സാറിന്റെ കൂടെ സുഖത്തോടെ സന്തോഷത്തോടെ കഴിയുന്നെന്ന് വക്കീൽ പറഞ്ഞില്ലേ? പക്ഷേ അതൊരു പെരുന്നുണയാ. സമൃദ്ധയായി അവളവിടെ കഴിയുന്നത് സന്തോഷം കൊണ്ടൊന്നുമല്ല, ഗതികേട് കൊണ്ടാ. ഓർമ്മ നഷ്ടപ്പെട്ടു പോയ ഗതികേട് കൊണ്ട്. സച്ചിവ, സച്ചിരിക്കെ. ഇപ്പൊ സച്ചിയെ കണ്ട കറക്റ്റ് ഒരു ഭ്രാന്തനെ പോലെയുണ്ട്. പരസ്യമായിട്ട് ആരും എന്നെ അങ്ങനെ വിളിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ എന്റെ അവസ്ഥ അത് തന്നെയാണ് വക്കീലെ. വക്കീല ഗോകുൽ സാറിനെ ഒന്ന് വിളിക്കേ. അതൊക്കെ വിളിക്കാം. ആദ്യം നമുക്കൊരു ചായ കുടിക്കാം. വക്കീലെ, എനിക്ക് ചായ ഒന്നും വേണ്ട. സച്ചി, എനിക്ക് സച്ചിയോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ക്യാൻറ്റീനിൽ പോയി ചായ കുടിച്ചിരുന്ന് സംസാരിക്കാം. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഞാനിപ്പോ പറഞ്ഞേ. അല്ലാതെ ചായ കുടിക്കാനെന്നുള്ള മൂഡിലല്ല ഞാൻ. വക്കീല് പറഞ്ഞു. സന്ദീപ് കോടതിയിൽ മൊഴിമാറ്റി പറഞ്ഞ അത് നമ്മുടെ കേസിനെ നന്നായി ബാധിക്കും. കാര്യങ്ങൾ അത്ര പന്തിയല്ല. എനിക്ക് സന്ദീപിന്റെ മൊഴിയോ കേസോ ഒന്നുമല്ല ഇപ്പൊ അറിയേണ്ടത്. വക്കീല് ഗോകുൽ സാറിനെ കണ്ടോ? കാര്യങ്ങള് സംസാരിച്ചോ? അദ്ദേഹം എന്തു പറഞ്ഞു? നമുക്ക് ഗോകുൽ സാറിനെ ഇപ്പൊ കാണാൻ പറ്റും. ഗോകുൽ സാറാ? ഹലോ സർ. ഹലോ ആരതി, എനിക്ക് തന്നെ നേരിട്ടൊന്ന് കാണണം. എന്താ സർ, സച്ചിയെ കാണാനുള്ള സമയം തീരുമാനിച്ചോ? അതല്ല, ഇപ്പോ ആരതി ബാധിക്കുന്ന കേസിന്റെ ഫയലുകൾ അതൊന്നുകൂടെ ഡിസ്കസ് ചെയ്യാനാ. ശരി സർ, ഞാൻ വരാം. സമയം എപ്പോഴാന്ന് വെച്ചാ സാറിനെ അറിയിച്ചാ മതി. സമയം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം, താൻ വരുമ്പോൾ ഒറ്റയ്ക്ക് വന്നാൽ മതി, കൂടെ സച്ചി ഉണ്ടാവരുത്. സർ, അത് സച്ചിയുടെ കേസല്ലേ? സച്ചി കൂടെ ഉള്ളത് നല്ലതല്ലേ സർ? വേണ്ട. കഴിഞ്ഞ അവിടുത്തെ പ്രശ്നങ്ങൾക്ക് ശേഷം എനിക്ക് അയാളെ കാണാനേ താല്പര്യമില്ല. ഞാൻ ആരതിയെ വിളിച്ചത് ഈ കേസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ സച്ചിയുടെ പേഴ്സണൽ കാര്യം സംസാരിക്കാനാണെങ്കിൽ വെറുതെ വരണമെന്നില്ല. അല്ല സർ, അത് നാളെ രാവിലെ ഞാൻ വരാം. ഹലോ സർ. എന്തായി? നാളെ കാണുന്നില്ല അദ്ദേഹം പറഞ്ഞേ? ഞാൻ കൂടി വരണമെന്നല്ലേ അദ്ദേഹം പറഞ്ഞേ? അത് സച്ചി, അദ്ദേഹം പറയൂ വക്കീലേ. കേസിന്റെ കാര്യം സംസാരിക്കാനാ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്. പക്ഷെ സച്ചി കൂടെ വരുന്നതിൽ അദ്ദേഹത്തിന് താല്പര്യമില്ല. അപ്പോ ഞാൻ കൂടെ വരണമെന്ന് അദ്ദേഹം പറഞ്ഞത് അല്ലേ? അതെ. അപ്പോ എന്നെ അദ്ദേഹം ഒഴിവാക്കാണല്ലേ? മനസ്സിലായി വക്കീലേ, എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തണ്ട. ആദ്യം ഞാൻ അദ്ദേഹത്തെ കണ്ടെന്ന് സംസാരിക്കട്ടെ. അർച്ചനെ കുറിച്ചുള്ള സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയല്ലേ നമ്മൾ ഈ ഫൈറ്റെല്ലാം നടത്തുന്നേ? എന്നിട്ട് ആ കേസിലെ കക്ഷിയായ എന്നെ മാറ്റി നിർത്തി ഗോകുൽ സാറിന് എന്താ സംസാരിക്കാനുള്ളേ?
ഞാൻ ചെന്ന അർച്ചനയുടെ കാര്യം സംസാരിക്കുമെന്ന് അയാൾക്കറിയാം. സച്ചി ടെൻഷൻ അടിക്കാതെ. എന്തായാലും നേരിട്ട് സംസാരിക്കുമ്പോ എനിക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പണായി അവതരിപ്പിക്കാൻ പറ്റും. വേണ്ട വക്കീലെ, എനിക്ക് വേണ്ടി വക്കീൽ ആരുടെയും മുമ്പില് അധികം താണു നിൽക്കണ്ട. ഇങ്ങനെ ഒഴിഞ്ഞുമാറി അയാൾക്ക് അധികകാലം ഇങ്ങനെ നടക്കാൻ പറ്റില്ല. എന്റെ അർച്ചനയും മോളെയും അവിടുത്തെ തടവറയിൽ ഇട്ടിട്ട് സമാധാനമായിട്ട് നടക്കാൻ അയാൾ വിചാരിക്കണ്ട. എന്റെ ജീവിതവും കുടുംബവും പിടിച്ചുപറിച്ച് സ്വന്തമാക്കാന്നാണോ അയാൾ കരുതുന്നത്? ഞാൻ വെറും ഭ്രാന്ത് പറയാണെന്നാണോ അയാൾ ഇനിയും വിചാരിക്കുന്നെങ്കിൽ എനിക്കത് മാറ്റിക്കൊടുത്തേ പറ്റൂ. ഇനി വക്കീല് എനിക്ക് വേണ്ടി അയാളെ വിളിക്കണ്ട. ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം. സച്ചി, സച്ചി, സച്ചി ഒന്ന് നിക്ക്. സച്ചി ഇത് എങ്ങോട്ടാ പോകുന്നേ? അബദ്ധമൊന്നും കാണിക്കരുത്. ഇതുവരെ വക്കീല് പറഞ്ഞെല്ലാം കേട്ട് ഞാൻ മിണ്ടാതിരുന്നതാ അബദ്ധമായി പോയത്. ഇനി ഞാൻ അബദ്ധം കാണിക്കില്ല. ഇനി ചെയ്യാനുള്ളത് ഞാൻ ചെയ്തോളാം. എന്റെ അർച്ചനയുടെയും മോളുടെയും കാര്യത്തിലാവുമ്പോ ഏത് പാതാളത്തിലേക്ക് ഇറങ്ങി ചെല്ലാനും എത്ര വേണമെങ്കിലും താഴാനും എനിക്ക് ഒരു മടിയുമില്ല വക്കീലെ. കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് നല്ല വെടിപ്പായിട്ട് നടക്കും. അപ്പൊ ശരി വക്കീലെ. വക്കീലേ, ഇവനാണ് നമ്മുടെ തുറുപ്പുചീട്ട്. ഇവൻ കോടതിയിൽ വാ തുറന്നാ പിന്നെ സച്ചിയുടെ അധ്യായം അവിടെ തീരും. സന്ദീപേ, ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോന്ന്? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. സച്ചിയുടെ വക്കീല് കോടതിയിൽ ചോദ്യം ചോദിക്കുമ്പോ ഒന്നും തെറ്റിപ്പോരുത്. കോടതിയില് നീ പറയുന്ന വാക്കില്ല ഈ ഏടത്തിയുടെ ഇനിയുള്ള ജീവിതം. ഏടത്തി അതോർത്ത് പേടിക്കണ്ട. ആ വക്കീല് പെണ്ണുമ്പിള എന്ത് വേണമെങ്കിലും ചോദിച്ചോട്ടെ. പറയേണ്ട ഉത്തരങ്ങള് മണിയായിട്ട് ഞാൻ പറയും. എന്റെ ഏട്ടത്തിക്ക് ദോഷം വരുന്ന ഒന്നും ഈ സന്ദീപിന് നാവിന്ന് വീഴില്ല. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പ്. നിന്റെ സ്വന്തം ഏട്ടനെ അപ്പുറത്ത്, അത് ഓർമ്മ വേണം. പിന്നെ സ്വന്തം ഏട്ടൻ പോലും. ആ ബന്ധമൊക്കെ ഞാൻ മനസ്സിൽ നിന്ന് പറിച്ചു കളഞ്ഞതാ. ഏട്ടനാണത്ര. അയാള് എന്നെ ഗുണദോഷിക്കാൻ വന്നിരിക്കുന്നു. സ്വന്തം കുടുംബത്തിനെതിരെ നിൽക്കരുത് പോലും. എന്റെ കുടുംബം ഇതേ ഇപ്പൊ ഇതാ. ഏട്ടത്തിയാണ് എന്റെ ദൈവം.